ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ സാധാ ബിരിയാണി എന്നല്ല, ഇത് നമ്മുടെ കപ്പയും അതേപോലെ തന്നെ ബീഫും നന്നായിട്ട് യോജിപ്പിച്ച് സമം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കപ്പ ബിരിയാണി. ഈ കപ്പ ബിരിയാണി നമ്മൾ വടക്കൻ കേരളത്തിലെ കൂടുതൽ പ്രശസ്തിയുള്ളതാണ്. അതായത് അവിടെ വയനാട്ടിലും കോഴിക്കോടും അതേപോലെ തന്നെ ആ ഭാഗങ്ങളിലാണ് കൂടുതൽ ഈ കപ്പ ബിരിയാണി കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ നല്ല വിശിഷ്ടമായ വല്ല സമയങ്ങളിലാണ് ഈ കപ്പ ബിരിയാണി ആൾക്കാർ കൂടുതലും വിളമ്പുന്നത്. ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ കൊള്ളി അല്ലെങ്കിൽ കപ്പ ഒരു വിസിൽ വരുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ കുക്കറിൽ അടുപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബീഫ് 1 കിലോ ബീഫ് എടുക്കുക. അതിൻ്റെ നന്നായി വിസിലടിപ്പിച്ച് ഒരു 6 വിസിൽ ആക്കി അത് വേവിച്ച് വയ്ക്കുക. അതിനുശേഷം ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സബോള കച്ചക്കാന്നരിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ കച്ചാന്നരിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ മസാലപ്പൊടി ചേർക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കടകടാന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നോക്കും. അപ്പോൾ അവർക്ക് കൊതി വരും വായയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തോ തട്ടുകട നടത്തുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കടകടാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ട് തൊട്ട് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ രണ്ടും യോജിപ്പിച്ചെടുത്തിട്ട് ഈ കപ്പ വേവിച്ച് വെച്ചത് ഉപ്പും മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് വെച്ചത് ഈ ബീഫിൻ്റെ കൂടെ അങ്ങോട്ട് തട്ടുക. അങ്ങനെ ഇത് രണ്ടും കൂടി സമം ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഈ ബീഫ് കറിക്ക് നമ്മൾ കുറേശ്ശെ കപ്പ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത് അവസാനം നല്ല രീതിയിൽ രണ്ടും കൂടി നല്ല മിക്സായിട്ട് അതിൽ ചേരും. അതുവരെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതായത് കപ്പ ഇനിയിപ്പോൾ കുറച്ച് വെന്തില്ലെങ്കിലും അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ആ കപ്പയും ബീഫും കൂടി ചേർത്തിട്ട് നന്നായി അത് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ കപ്പയിൽ ഈ ഇറച്ചിയുടെ ഗ്രേവിയൊക്കെ ചേർത്ത് അത് നല്ല രസമായിരിക്കും തിന്നാൻ. അപ്പോൾ ഈ കപ്പയുടെ കൂടെ ഇറച്ചിച്ചാറും അതിൻ്റെ ഉള്ളൊക്കെ കപ്പയിൽ ചേർന്ന് അത് നല്ല രീതിയിൽ സമം യോജിപ്പിച്ച് അങ്ങനെ ഇതേപോലെ ആയിട്ട് ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല രീതിയിൽ ഇളക്കി മറിച്ച് അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു. ഇതിൻ്റെ കൂടെ നേരത്തെ കച്ചാന്നരിഞ്ഞ സവോള ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഇതിൻ്റെ ഈ ബീഫ് കറിയും കൊള്ളിക്കറിയും എന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുനുകുനാന്നരിഞ്ഞ സവോള അങ്ങനെ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കും. തൃശ്ശൂരിൽ ഇവിടെ ഈ കപ്പ ബിരിയാണി എന്നല്ല പറയുക, ഇവിടെ കപ്പയും ബീഫും ആണെന്ന് പറയുക. ഈ വടക്കൻ ജില്ലകളിൽ മാത്രമാണ് ഇങ്ങനെ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഈ കുറച്ചും കൂടി സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കാടമുട്ട പൊഴുങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതും ഇതേപോലെ യോജിപ്പിച്ച് കൊടുത്താൽ ഇങ്ങനെ പ്രത്യേക ഒരു രുചി കൂടും. അങ്ങനെ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. ഈ കപ്പ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ എല്ലാവരും സ്വാദിഷ്ടമായി കഴിക്കണം. നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് നന്നായി കഴിച്ചിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുമായിരുന്നു. അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ജങ്ക് ഫുഡ്സൊക്കെ വന്നതോട് കൂടിയിട്ട് ആരും ഈ കപ്പ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല കേരളക്കാരുടെ സ്വാദിഷ്ടമായ ഒരു തനതായ ഒരു നാടൻ വിഭവമായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ സബോളയൊക്കെ തൂവി കൊടുത്തിട്ട് വെതറി കൊടുത്തിട്ട് നല്ല രീതിയിൽ
ഇത് ഇളക്കി മറിച്ചിട്ട് നമ്മൾ നമ്മുടേതായ പ്ലേറ്റിൽ തട്ടുകട പോലത്തെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് രുചിച്ച് നോക്കണം. അങ്ങനെ തനതായ കേരള രുചി നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് ബൈ.